യെസ്, ഓൾറെഡി നിങ്ങൾ റേ ഓപ്റ്റിക്സ് ചാപ്റ്ററിൽ നമ്മൾ റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ് എന്നൊക്കെ കണ്ടു കാണും. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ റിസോൾവിംഗ് പവർ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് പോകുന്നു. ഫസ്റ്റ് വൺ, റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പ്. Telescope is nothing but, see, a lens, convex lens. Okay, convex lens. Light വരുന്നു, ഇൻഫിനിറ്റി എന്ന് ലൈറ്റ് വരുന്നു. Let us assume the size of the aperture is A. This length is A. Aperture size is A. മിക്കവാറും സർക്കുലാർ ആയിരിക്കും. സർക്കുലാർ ആണെങ്കിൽ അതിന് ഡയമീറ്റർ ആണ്. ഇതിലൂടെ ലൈറ്റ് വന്നു, നമുക്ക് ഈ പോയിന്റിൽ എന്ത് കിട്ടി? സെൻട്രൽ മാക്സിമം കിട്ടി. ഇതാ ഈ പോർഷൻ സെൻട്രൽ മാക്സിമത്തിനെ കാണിക്കുന്നു. ഇത് ഡാർക്ക് 1, ഇവിടെ അതുപോലെ ഡാർക്ക് 1. ഇതാണ് സെൻട്രൽ മാക്സിമം. ഇതിനെ നമ്മൾ എയറി ഡിസ്ക് എന്നും പറയും. എയറി ഡിസ്ക്. ഇപ്പോൾ ഈ സെൻട്രൽ മാക്സിമത്തിന് തന്നെയാണ് നമ്മൾ എയറി ഡിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി, ദിസ് ഈസ് ഫസ്റ്റ് ഡാർക്ക്. ഈ ആംഗിൾ തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ വന്നാൽ ഫസ്റ്റ് ഡാർക്ക് വരും നമുക്കറിയാം. തീറ്റ ഈക്വൽ ലാംഡ ബൈ എ ഇസ് ദ കണ്ടീഷൻ ഫോർ ഫസ്റ്റ് ഡാർക്ക്. അഗെയിൻ തീറ്റ ഈസ് ഈക്വൽ ടു, സി, ദിസ് ലെങ്ത്, ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ എയറി ഡിസ്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് റേഡിയസ് ഓഫ് ദ എയറി ഡിസ്ക്. R by, സി, ഇത് കോൺവെക്സ് ലെൻസാ. ലൈറ്റ് വരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഫോക്കൽ ലെങ്ത് ആക്കി എടുത്തൂടെ? അപ്പോൾ തീറ്റ ഈസ് അഗെയിൻ ഈക്വൽ ടു R by F. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആയി. തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ ഫോർ ഫസ്റ്റ് ഡാർക്ക്. തീറ്റ ഈസ് ഈക്വൽ R by F ഫ്രം ദിസ് ട്രയാങ്കിൾ. സി, ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അതായത് എയറി ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ മാക്സിമം തൊട്ട് ഫസ്റ്റ് ഡാർക്ക് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ ലാംഡ ബൈ എ ഈസ് ഈക്വൽ ടു R by F. ഓക്കെ, സോ R ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ എയറി ഡിസ്ക് ഈസ് ഈക്വൽ ടു ലാംഡ എഫ് ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വേർ ലാംഡ ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്, F is the focal length of the lens, A is the aperture size. That is light കടന്നു പോകുന്ന ഏരിയ. അങ്ങനെ വിചാരിച്ചോളൂ, ഏരിയ, അതാണ് A. പക്ഷേ എയറി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഇത് ചെയ്തു. എന്നിട്ട് അതിൽ എക്സ്പെരിമെൻ്റൽ കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആഫ്റ്റർ കറക്ഷൻ റേഡിയസ് R ഈസ് ഈക്വൽ ടു 1.22 ലാംഡ എഫ് ബൈ എ. 1.22 ലാംഡ എഫ് ബൈ എ. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. R ഈക്വൽ ടു 1.22 ലാംഡ എഫ് ബൈ എ ആഫ്റ്റർ എയറീസ് കറക്ഷൻ. ഓക്കെ, ദെൻ ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനിലേക്കും അതുപോലെ റിസോൾവിംഗ് പവറിലേക്കും പോകുന്നത്. നോക്കാം. സെയിം ഓബ്ജക്റ്റ് നമ്പർ 1. Object number 2. You put a lens here. Screen. You mark this angle as delta theta. This one, delta theta. This is the separation between the two objects. Object number 1, object number 2. The light from these objects allowed to pass through the lens. It is telescope. Then first O1, അതിന് ഇമേജ് ആണ് I1. പക്ഷേ I1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. അതൊരു പോയിന്റ് ഇമേജ് അല്ല കിട്ടുക. ദ ഇമേജ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ബ്രൈറ്റസ്റ്റ് ഡിസ്ക്. നമുക്കത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്കൻഡ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ O2. O2ൻ്റെ ഇമേജ് ഞാൻ വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നത് എന്താ? ആദ്യത്തെ ഓബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ സെൻട്രൽ മാക്സിമം. ഇത് ആ ഇമേജിൻ്റെ ഫസ്റ്റ് ഡാർക്ക്. ഓക്കെ, ഇനി റെഡ് കളറിൽ വരച്ചത് എന്താ? റെഡ് കളർ ഷോസ് ഇമേജ് ഫോംഡ് ബൈ ദ സെക്കൻഡ് ഓബ്ജക്റ്റ്. അതായത് സെക്കൻഡ് ഓബ്ജക്റ്റിൻ്റെ ഇമേജാണ് കാണുന്നത്.
ഇത് അതിൻ്റെ സെൻട്രൽ മാക്സിമം, ഇതിൻ്റെ ഫസ്റ്റ് ഡാർക്ക്. റെയ്ലി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്? റെയ്ലി പറഞ്ഞത് ഈ രണ്ട് ഇമേജുകളെ നമ്മൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ തമ്മിലുള്ള അകലം എത്ര വരണം എന്നാണ് ഞാൻ പഠിപ്പിച്ചത്? ഈ ഡിസ്റ്റൻസ് എത്ര വരണം എന്നാണ് പഠിപ്പിച്ചത്? ഇറ്റ് ഷുഡ് ബി ആർ. അപ്പോൾ ഈ രണ്ട് ഇമേജുകൾ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ തമ്മിലുള്ള അകലം 1.22 ലാംഡ ഡിവൈഡർ ബൈ എ വരണം. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആർ യു നോ ആർ ഡിവൈഡർ ബൈ ആർക്ക് ഡിവൈഡർ ബൈ റേഡിയസ്. നമുക്ക് അസ്യൂം ചെയ്യാൻ ലൈറ്റ് വന്നത് ഇൻഫിനിറ്റി എന്നാണെന്നും ഈ സ്ക്രീൻ ലെൻസും തമ്മിലുള്ള അകലം ഫോക്കൽ ലെങ്ത് ആണെന്നും അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ലെങ്ത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഫോക്കൽ ലെങ്ത് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓർ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു വാട്ട് ഈസ് ആർ 1.22 ലാംഡ എഫ് ബൈ എ all divided by f. See, f cancels. So what about delta theta? Delta theta equal to 1.22 lambda by a. This delta theta is called limit of resolution. What is limit of resolution? Limit of resolution is a measure of this distance. If this angle is a large value, d is also a large value. Limit of resolution is a small value, means delta theta is a small value. So what is the importance of this? Delta theta കണ്ടുപിടിച്ചാൽ നമുക്ക് സ്മോൾ ഡി കാണാൻ പറ്റും. വാട്ട് ഈസ് സ്മോൾ ഡി? സ്മോൾ ഡി പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഈസ് ദ മിനിമം സെപ്പറേഷൻ ബിറ്റ്വീൻ ടു ക്ലോസ്ലി പാക്ഡ് പോയിന്റ്സ് ഓർ ഓബ്ജക്ട്സ് so that they can seen as separate by this optical instrument. They can seen as separate എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇമേജിൻ്റെ സെൻട്രൽ മാക്സിമവും സെക്കൻഡ് ഇമേജിൻ്റെ ഫസ്റ്റ് ഡാർക്കും കൂടെ കോയിൻസൈഡ് ചെയ്യണം, എന്നാലേ ഇവരെ ജസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെയ്ലീസ് ക്രിട്ടേറിയൻ എന്നാണ് അതിന് പറയുന്നത് നമ്മൾ. വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. Then what about resolving power? Resolving power is the reciprocal of limit of resolution. So resolving power is equal to A divided by 1.22 lambda, or resolving power RP is equal to A divided by 1.22 lambda. Okay. A എന്താ? A is the അപ്പേർച്ചർ സൈസ്, അതായത് നമ്മുടെ കോൺവെക്സ് ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ്. അപ്പോൾ ഹൗ വി ക്യാൻ ഇൻക്രീസ് റിസോൾവിംഗ് പവർ? വി ക്യാൻ ഇൻക്രീസ് റിസോൾവിംഗ് പവർ ബൈ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് എ, അതായത് ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ്. അല്ലെങ്കിലോ ലാംഡ കുറച്ചാൽ മതി. ലാംഡ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. അപ്പം നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം വരുന്ന ലൈറ്റ് ഏത് കളറാണോ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേ എയുടെ വാല്യൂ നമുക്ക് മാറ്റാൻ പറ്റും. എന്ന് പറയുമ്പോൾ ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാനുവലി എന്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും? മാനുവലി എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? റിസോൾവിംഗ് പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ട് ഈസ് റിസോൾവിംഗ് പവർ? റിസോൾവിംഗ് പവർ ഓഫ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഈസ് ദ എബിലിറ്റി ടു റിസോൾവ് ദ ഇമേജസ് ഓഫ് ടു ക്ലോസ്ലി പാക്ഡ് പോയിൻറ്റ്സ് ഓർ ഓബ്ജക്ട്സ്. ഓക്കെ. ഇപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ സ്മോൾ വാല്യൂ ആണെങ്കിൽ റിസോൾവിംഗ് പവർ കൂടുതലായിരിക്കും. റിസോൾവിംഗ് പവർ കൂടണമെങ്കിൽ ഡിഫ്രാക്ഷൻ മിനിമം ആയിരിക്കണം. അതുകൊണ്ടാണ് റേ ഓപ്റ്റിക്സിൽ വാലിഡിറ്റി വേണമെങ്കിൽ റിസോൾവിംഗ് പവർ കൂടണം, അതിന് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയണം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത്, ലൈറ്റ് വേവ് ലെങ്ത്, ഇറ്റ് ഷുഡ് ബി എ വെരി വെരി സ്മോൾ വാല്യൂ. ക്ലിയർ ആണല്ലോ? അതുപോലെ ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ് കൂടുതലായിരിക്കുകയും വേണം. ഈ കൺസെപ്റ്റിനെ നിങ്ങൾക്ക് മോർ ക്ലാരിറ്റി കിട്ടാൻ ഹ്യൂമൻ ഐയും ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റാണ്. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ ഐ അതിൻ്റെ റിസോൾവിംഗ് പവറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊരു പ്രോബ്ലത്തിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം നിങ്ങൾക്ക്. ഓക്കെ. ദ ഡയമീറ്റർ ഓഫ് പീപ്പിൾ, യു നോ, ദ ഏരിയ ത്രൂ വിച്ച് ലൈറ്റ് എൻറ്റേഴ്സ് ഇൻ ടു അവർ ഐ ഓഫ് ഹ്യൂമൻ ഐ ഈസ് അബൌട്ട് 2 millimeter. So diameter of pupil in this case is the aperture size. ലൈറ്റ് എൻ്റർ ചെയ്യുന്ന അപ്പേർച്ചറിൻ്റെ സൈസാണത്. ആൻഡ് ഹ്യൂമൻ ഐ ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് ടു എ വേവ് ലെങ്ത് 555 നാനോമീറ്റർ
find the limit of resolution of human eye. So ലൈറ്റ് എൻ്റർ ചെയ്യുന്ന പോർഷൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ് നമുക്ക് ഡി എന്ന് തന്നിട്ടുണ്ട്, ഡയമീറ്റർ. ഇറ്റ്സ് വാല്യൂ 2 millimeter. ഇതിലൂടെ ലൈറ്റ് വരുന്നു, ലൈറ്റ് വന്ന് അപ്പുറത്തോട്ട് കിടക്കുന്നു. അങ്ങനെ നമുക്ക് ഇമേജ് കിട്ടി. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ലെൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ തീറ്റ ഈക്വൽ ടു 1.22 lambda divided by 1.22 lambda by A. Okay. So delta theta equal to 1.22 lambda. Lambda given. Lambda is 555 nanometer. So 555 into 10 raised to minus 9 by A. A means the diameter of the pupil. It is also given, it is 2 millimeter. So 2 into 10 to the power minus 3. So delta theta is equal to, on solving, delta theta equal to, see, 3.39 into 10 raised to minus 4. 3.39 into 10 to the power minus 4. Unit, you know, radian. Radian. Because the SI unit of angle is radian. SI unit of angle is radian. Okay. Then in the next step, see, they convert 3.39 into 10 raised to minus 4 radian into 180 by pi. This is for to convert into degree. And convert into degree, your result is 0.0194 degree. This is the limit of resolution of eye. Or we can convert into minute. 0.0194 into 60. Why this 60? To convert into minute. So your result is 1.2 minute. 1.2 minute. Okay. അവർ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി 1 minute എന്ന്. നിങ്ങൾ ഏത് ഡാറ്റ എടുത്ത് ചെയ്താലും അപ്രോക്സിമേറ്റ്ലി 1 minute കിട്ടുക. അപ്പം അതിൽ എന്താ മനസ്സിലായത്? Limit of resolution of human eye is nearly 1 minute. Not 1 radian, not 1 degree. It is 1 minute. 1 by 60 of 1 degree. That is 1 minute. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അപ്പോൾ വെരി ക്ലോസ് ആയിട്ട് രണ്ട് പോയിന്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ 2 പോയിന്റുകളിൽ നിന്നും എൻ്റെ കണ്ണിലേക്ക് ലൈറ്റ് വന്നു. അങ്ങനെ അതിന് ഇമേജ് ഫോർമേഷൻ ഉണ്ടായി. ആ ഇമേജ് എനിക്ക് കാണുമ്പോൾ ആ ഇമേജുകളെ എനിക്ക് വേർതിരിച്ച് കാണാൻ പറ്റണമെങ്കിൽ ആ 2 ഓബ്ജക്റ്റുകളിൽ നിന്നും, അതായത് O1ഉം O2ഉം എൻ്റെ ഐയുമായി സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അറ്റ്ലീസ്റ്റ് 1 minute എങ്കിലും വേണം. ഇതിൽ നിന്ന് വരുന്ന റേസ് എൻ്റെ ഐയുമായി സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 1 minute കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? 1 minute കുറഞ്ഞു പോയാൽ എനിക്ക് ആ 2 ഇമേജുകളെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. ക്ലിയർ? സോ ഇൻ ഓർഡർ ടു ഡിസ്റ്റിംഗ്വിഷ് ദ ഇമേജസ് ഓഫ് 2 closely packed points or object, at least the angle made by these 2 objects with eye is 1 minute. If it is greater than 1 minute, no matter. Okay. അപ്പോൾ നമുക്ക് വളരെ ക്ലോസ് ആയ 2 പോയിന്റുകളെ നമ്മുടെ ഐക്ക് ഓൾവേസ് റിസോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ അറിയേണ്ടി വരും? നമുക്ക് ആ ഓബ്ജക്റ്റുകളിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് നമ്മുടെ ഐയുമായി സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അറിയണം. ഇഫ് ദ ആംഗിൾ ഈസ് വെരി 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 സ്മോൾ, സേ ലെസ് ദാൻ 1 minute, then we can't distinguish these 2 images of the objects. Clear? Another problem. Assume that light of wavelength 600 angstrom is coming from a star. What is the limit of resolution of telescope whose objective has a diameter of 100 inch? Again, you want to find limit of resolution. Delta theta is equal to 1.22 lambda divided by A. So simply 1.22 lambda is given. Lambda is 6000 angstrom. 6000 into 10 raised to minus 10 by A. A equal to diameter 100 inch. So 100 into inch. 1 inch is equal to
100 inch is equal to 254 centimeter, 2.54 centimeter. So into 2.54 into 10 to the power minus 2. Because inch is not SI unit. You want to convert inch into centimeter and then into meter. Okay. Then substituting you will get the answer. See, always the angle, the SI unit of angle is radian. Okay. The reciprocal of this limit of resolution is called resolving power. For best optical instruments, resolving power should be large. Resolving power should be large. For that, limit of resolution should be small. Limit of resolution small ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് മനസ്സിലായോ? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഓബ്ജക്റ്റുകൾ തമ്മിലുള്ള മിനിമം സെപ്പറേഷൻ അല്ലേ? അതായത് വളരെ ചെറിയ സെപ്പറേഷനിൽ ഇരുന്നാൽ പോലും ആ ഓബ്ജക്റ്റുകളുടെ ഇമേജുകളെ വേർതിരിച്ച് കാണിക്കാൻ കഴിയുന്നവനാണ് ബെസ്റ്റ് റിസോൾവിംഗ് പവറുള്ള ഇൻസ്ട്രുമെന്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഫോർ ബെസ്റ്റ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് റിസോൾവിംഗ് പവർ ഷുഡ് ബി ലാർജ്. ഫോർ ദാറ്റ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഷുഡ് ബി സ്മോൾ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ സ്മോൾ ആക്കാൻ നമ്മൾ രണ്ട് കണ്ടീഷൻ സെറ്റ് ചെയ്യണം. ഒന്നുകിൽ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കുറയ്ക്കണം, അല്ലെങ്കിൽ ലൈറ്റ് കടന്നു പോകുന്ന ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ് കൂട്ടണം. നിങ്ങൾക്കറിയാം, നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ എങ്ങനെയായിരിക്കണം? ക്യാമറയുടെ ഉള്ളിലോട്ട് ലൈറ്റ് എൻ്റർ ചെയ്യാൻ കൂടുതൽ ഏരിയ വേണം. അതായത് അപ്പേർച്ചറിൻ്റെ സൈസ് കൂടുതലായിരിക്കണം. അതായത് ഇവിടെ പറയുന്ന ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, ഡയമീറ്റർ കൂടുതലായിരിക്കണം. അതുകൊണ്ട് അത് ബൾക്കി ആയിട്ട് മാറും. ഓക്കെ. ഇപ്പോൾ റേ ഓപ്റ്റിക്സിൽ നിങ്ങൾ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ടെലസ്കോപ്പുകളെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ടെലസ്കോപ്പിൻ്റെ ലെൻസിൻ്റെ സൈസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ വലിയ സൈസാണ് ഉപയോഗിക്കുക. എന്തിനാ ഇത്രയും ഹ്യൂജ് സൈസുള്ള ലെൻസ് ഉപയോഗിക്കുന്നത്? എന്തിനാ? ഡിഫ്രാക്ഷൻ മിനിമൈസ് ചെയ്യാനാണ്. കാരണം ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ് കൂടിയാൽ റിസോൾവിംഗ് പവർ കൂടും, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയും. യെസ്, ഈ പ്രോബ്ലത്തിൻ്റെ കൺസെപ്റ്റും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് എ ബീം ഓഫ് വേവ് ലെങ്ത് 900 നാനോമീറ്റർ ക്യാൻ ട്രാവൽ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ബ്രോഡനിങ് ഇഫ് ദ അപ്പേർച്ചർ ഈസ് 3 millimeter wide. 3 millimeter wide. Beam of light can travel without significant broadening. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. What is Fresnel distance? Fresnel distance is the minimum distance between slit and screen at which slit width is equal to, half width of the central maximum is equal to slit width. This is the permissible condition. If the distance between slit and screen is greater than Fresnel distance, light significantly deviate from straight line path. So permissible broadening means you want to find the Fresnel distance. What is the equation to find Fresnel distance? We already discussed in the last class. D is the aperture size. It is 3 millimeter. You substitute here. And lambda also given. Lambda is 900 nanometer. 900 into 10 raised to minus 9. You convert into meter. So your answer is 10 meter. So if you use 900 nanometer wavelength, and for an aperture size 3 millimeter, the Fresnel distance is 10 meter. അതിന് മീനിങ് എന്താ മനസ്സിലായോ? 10 meter വരെ ഇഷ്യൂ ഇല്ല, കാരണം കാര്യമായി ലൈറ്റ് സ്പ്രെഡ് ആവില്ല. പക്ഷെ 10 meter കഴിഞ്ഞാൽ ലൈറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഡീവിയേറ്റ് ഫ്രം സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. അതുകൊണ്ട് ഒരിക്കലും ഈ അപ്പേർച്ചറും അതുപോലെ സ്ക്രീനും തമ്മിലുള്ള അകലം ഒരുപാട് കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. അതായത് ഇമേജ് ആകെ ബ്ലർഡായി പോകും. ഓക്കെ. എ പ്രോബ്ലം from single slit diffraction. Okay. Plane microwaves are incident on a slit of width 5 centimeter. Wavelength of microwaves if the first minimum formed at 30 degree. നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഓക്കെ. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇതാ സ്ലിറ്റ്, ദെൻ ലൈറ്റ് വരുന്നു, ലൈറ്റ് വന്നു. നിങ്ങളോട് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയല്ലേ പ്ലെയിൻ വേവ് ഫ്രണ്ട്സിനെ കാണിക്കുക. അതാ പ്ലെയിൻ വേവ് ഫ്രണ്ട്സ്. അങ്ങനെ ഇവിടെ വന്നു. നമുക്ക് സ്ക്രീനിൻ്റെ മുകളിലുള്ള ഇമേജ് നോക്കാം. ഇതല്ലേ ഫസ്റ്റ്
ഡാർക്ക്. ഈ പ്രോബ്ലത്തിൽ നിങ്ങളോട് പറഞ്ഞ കണ്ടീഷൻ ഫസ്റ്റ് മിനിമം എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഡാർക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നത് ഇവിടുന്ന് ഒരു റേ വന്നു, താഴെ നിന്ന് ഒരു റേ വന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ്. ഈ ആംഗിൾ തീറ്റാന്ന് എടുക്കാം. അതുപോലെ നിങ്ങൾ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് ഇമാജിൻ ചെയ്താൽ ആ ആംഗിളും തീറ്റാന്ന് എടുക്കാം. ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എ എന്ന് എടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ എക്സ് ഡിവൈഡർ ബൈ എ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. നമ്മൾ ആ തിയറി ഡിറൈവ് ചെയ്ത സമയത്ത് സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് എടുത്തിരുന്നു. ഇവിടെ സൈൻ തീറ്റ നിങ്ങൾ എന്തായിട്ട് തന്നെ കീപ്പ് ചെയ്താൽ മതി, തീറ്റ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ബിക്കോസ് തീറ്റ ഈസ് നോട്ട് എ സ്മോൾ വാല്യൂ, ദാറ്റ്സ് വൈ യു കീപ് സൈൻ തീറ്റ ആസ് സൈൻ തീറ്റ. ഓക്കെ. n lambda divided by a is equal to sin theta. Why we put n lambda? Condition darkness. Here n is equal to 1 because first minimum എന്ന് പറഞ്ഞതുകൊണ്ട് n ൻ്റെ വാല്യൂ 1 എടുക്കണം. So lambda by a is equal to sin theta. You want to find lambda. So wavelength lambda is equal to a sin theta. A is given, a equal to 5 centimeter. So 5, your answer is also in centimeter. So 5 into sin 30 1 by 2. So your answer is 2.5 centimeter. ഓക്കെ. ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തിയറി പറഞ്ഞപ്പോൾ ഡിറൈവ് ചെയ്ത് തന്നത് ഡെൽറ്റ എക്സ് ബൈ എ ഈക്വൽ സൈൻ തീറ്റ, ദെൻ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് എഴുതി ചെയ്തു നമ്മൾ. ഈ പ്രോബ്ലത്തിൽ തീറ്റ ഈസ് നോട്ട് എ സ്മോൾ വാല്യൂ, അതുകൊണ്ട് യു കീപ് സൈൻ തീറ്റ ആസ് സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ?